കുട്ടി സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷമാണ്. നല്ല ഫ്രണ്ട്സിനൊപ്പം നല്ലോണം ആഘോഷിച്ചു. അമ്മേ, ഇന്നലെ ഫോണിലൊരു കുഞ്ഞാവേനെ കൊന്ന കണ്ടിരല്ലോ. അതെന്തിനാ അതിന്റെ അച്ഛനും അമ്മയും അതിനെ കൊന്നേ? ആർക്കറിയാം മോളെ, പാവല്ലേ പാവ. ഓരോരുത്തരുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് കൊല്ലുന്ന വേറെ എന്തെന്നാ. ആ അച്ഛനും ആ കുഞ്ഞ് എത്രമാത്രം വേദനിച്ചിട്ടാ മരിച്ചത്. അവരെന്തിനാണ് ചെയ്തത്? അവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം. പക്ഷെ നഷ്ടമായത് ഒരു പാവം കുട്ടീൻ്റെ ജീവൻ അല്ലേ. ഓരോരുത്തർക്ക് കുട്ടികളെ കിട്ടാണ്ട് എത്രമാത്രം കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉരുളിയാമഴ്ത്തിയിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ദൈവം ആവശ്യമില്ലാത്തവർക്കാണ് കുട്ടികളെ കൊടുക്കുന്നത് അല്ലേ. ഇതെല്ലാം എങ്ങനെ ഇല്ലാണ്ടാക്കുക? അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മോളെ സ്കൂളിലോ അല്ലെങ്കിൽ മോളെ ചുറ്റുവട്ടത്തോ ഉള്ള ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ വീട്ടിൽ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, ഇതുപോലുള്ള ക്രൂരതകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷമല്ല നമ്മളിത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ ഒരു അപകടം നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? പോലീസിനെയോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനെയോ ആരെങ്കിലും പാരൻസിനെയോ ഒക്കെ അറിയിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താ, ഒരു കുട്ടിയുടെ ജീവൻ അല്ലെ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഒരു കുഞ്ഞ് ജീവൻ പോയിട്ട് നമ്മൾ സമരം വിളിച്ചിട്ടോ അടിച്ച് തകർത്തിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെ മനസ്സ് അറിയാം. നമ്മളെ കൂടെയുള്ള കുട്ടികളതോ അല്ലെങ്കിൽ വലിയ ആളതോ ആരതായാലും പ്രശ്നങ്ങൾ അറിയാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും. അമ്മ എന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യൂലല്ലോ. അയ്യോ, അമ്മേന്റെ പൊന്നല്ലേടി നീ. അമ്മ ഒന്നും അങ്ങനെ ചെയ്യൂല കേട്ടാ.